60ഓളം വേദികളിൽ എനിക്ക് തിരസ്കരിക്കപ്പെടുകയും ജാതിയുടെ ഒറ്റ പേരിൽ എന്നെ ഒഴിവാക്കുകയുണ്ടായി. ഉദാഹരണം, ആറങ്ങോട്ടുകര മുല്ലയ്ക്കൽ ക്ഷേത്രമുണ്ട്. ആ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ തായമ്പയ്ക്ക് ചെന്ന സമയത്ത് ചുറ്റുവിളക്കിന് തായമ്പ ചുറ്റു സന്ധ്യാലം കഴിഞ്ഞപ്പോൾ അവിടെ കൊട്ടാൻ പറ്റാതെ ആറങ്ങോട്ടുകര മെയിൻ റോഡിൽ 60ഓളം നിലവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് തായമ്പക അവതരിപ്പിച്ചത്. അതാണ് എനിക്ക് തായമ്പയിൽ നിന്നുള്ള പിന്നീടുള്ള വിഷമമുണ്ടായത്. നെന്മാറ പൂരത്തിന് ചെന്നപ്പോൾ അവിടുന്ന് തന്നെ തിരിച്ചു പറഞ്ഞ് സാക്ഷാൽ കുഞ്ഞോട്ടന്മാരെ വിളിച്ച ബലം എന്നെ ഇറക്കി വിടുകയും തായമ്പയ്ക്ക് എന്നൊരു കമ്മിറ്റിക്കാർ ആറങ്ങോട്ടുകര ഒരു ക്ഷേത്രത്തിൽ വെച്ച് തായമ്പയ്ക്കിനെ ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി വേദികളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു തിരസ്കാരം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ഒരു വേറൊരു നാഴികക്കല്ലാണ്. എൻ്റെ ജീവിതത്തിലൊരു കഥ എഴുതിയിട്ടുണ്ട്. എൻ്റെ തിമിരയിലെ ജാതിക്കാലം എന്ന പുസ്തകം ശ്രീ പി വാസുദേവൻ തൃപ്പൂണിത്തുറ അദ്ദേഹം രചിച്ചു. അത് 3000ഓളം കോപ്പികൾ വിറ്റഴിച്ചു. VS സച്ചിദാനന്ദനാണ് ഉദ്ഘാടനം കഴിച്ചത്. ആ പുസ്തകം വിറ്റിട്ടുള്ള എല്ലാ പൈസയും എൻ്റെ ഗുരുക്കന്മാർക്ക് ചികിത്സാ ഫണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. ക്ഷേത്ര മതിലകത്ത് കലകൾ ചുരുങ്ങിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുതരം കുറച്ച് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം ക്ഷേത്ര മതിലകത്ത് വാദ്യങ്ങൾ പ്രയോഗിക്കാനുള്ള ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഒരു പുസ്തകത്തിലോ എവിടെ നിയമപരമായിട്ട് എഴുതി വെച്ചിട്ടില്ല കാര്യം. പക്ഷെ അതിൽ കുറച്ച് ആൾക്കാരത് അതിൽ കൊണ്ട് നിൽക്കുകയാണ്. അതാണ് തൃശ്ശൂർ പൂരം, ഗുരുവായൂർ ഉത്സവം. അത് ഗുരുവായൂർ ക്ഷേത്രമതിലകത്ത് ഇപ്പോഴും പറ്റുന്നില്ല. ഞാൻ 1988 ഹൈക്കോടതിയുടെ വിധി മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ സംഘം അന്നമനയുടെ ആശാനും കുട്ടീഷ്ണൻ നായരും ഞാനും കടവല്ലൂർ താമയും ചുള്ളിശ്ശേരാമശാനും കൂടി ഒരു 3 മണിക്കൂർ ഒരേ ഒരു പ്രാവശ്യമാണ് ഗുരുവായൂർ ക്ഷേത്രം നടക്കിൽ ഉള്ളിൽ കൊട്ടാണ്ട് ഭാഗ്യമുണ്ടത്. ഞാൻ ഇപ്പോൾ ഇവിടെ കടലാസ് കൊടുത്തിരിക്കാനും വിവരാകാശം കൊടുത്തിരിക്കാനും കേസിലാണ് ഇരിക്കുന്നത്. എന്താണ് മാനദണ്ഡം? നമ്മൾ ചോദിക്കുന്നത് ഹിന്ദുക്കളായ എല്ലാ കലാകാരന്മാർക്കും കൊടിമരച്ചോട്ടിൽ അവരുടെ കല ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അവർക്ക് സേവ ചെയ്യാനുള്ള അവസരമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിനൊരു വ്യത്യാസമായിട്ട് മറ്റേ തൃപ്പൂണിത്തുറ പൂർണ്ണശ്രേഷ്ഠൻ്റെ ഉത്സവത്തിന് മാരാരല്ലാത്ത ഒരാൾ ഞാനാണ് കൂട്ടുന്നത്. അങ്ങനെ എനിക്കൊരു 5-6 വർഷമായിട്ട് അതിന് ഭാഗ്യമുണ്ട്. അവർ നേരിട്ട് വിളിക്കുകയാണ്, ചന്ദ്രൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന്. അങ്ങനെ കുറച്ച് കമ്മിറ്റിക്കാരും കുറച്ച് ആൾക്കാരും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ കലാകാരന്മാരുടെ സംഘമാണ് നമ്മൾ തിരസ്കരിക്കപ്പെടുന്നത്. നമ്മുടെ നെറ്റിയിലും മേലോടെ എഴുതി വെച്ചിട്ടില്ല, നമ്മൾ ഇന്ന ജാതി എന്ന് എഴുതി വെച്ചിട്ടില്ല. ഒരു കാരണവശാൽ എന്തെങ്കിലും കാരണവശാൽ നല്ല പേരിലോ ചീത്തപ്പേരിലോ പ്രശസ്തനായി കഴിഞ്ഞാൽ അവന് എന്താ ജാതി, എവിടെ വീട്, എന്താ കുലം അറിയുന്ന അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാ കലാകാരന്മാർക്കും എല്ലാ ശ്രോതാക്കൾക്കും എനിക്ക് പറയാനുള്ളത്, വളരെ കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ ഏറ്റവും ഉയർന്നു നിൽക്കണമെങ്കിൽ സത്യസന്ധയും ആത്മാർത്ഥമായും മാത്രമല്ല അതിഗംഭീരമായ ആചാര്യന്മാരുടെ അടുത്ത് പഠിച്ചാൽ മാത്രമേ ഉയരാൻ സാധിക്കുകയുള്ളൂ. ഉയരുന്നവരും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയണം. പേടിച്ചിട്ട് പിന്നിലേക്ക് ഒതുങ്ങാതെ നമ്മുടെ അനുഭവം പറഞ്ഞാൽ വരുന്ന കുട്ടികൾക്കും വരുന്ന തലമുറയ്ക്കും നമ്മൾ പ്രചോദനമാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ചാലാണ് അടുത്ത് വരുന്ന കുട്ടികൾക്ക് അതൊരു സന്തോഷമോ ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് കൈ കിട്ടിയ പത്മശ്രീ അതുപോലത്തെ വലിയ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന ഇതൊന്നും ജനങ്ങളറിയാൻ പോകുന്നില്ല. എൻ്റെ ഒരു ആവശ്യം ജനങ്ങളിൽ അറിയുക എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ വാതുലോകത്തുണ്ട്, അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഒരു ആവശ്യം. എനിക്ക് 2 ആൺകുട്ടികളും എൻ്റെ ഭാര്യ ആശാ വർക്കറാണ്. 2 ആൺകുട്ടികൾ, അവർ രണ്ടാളും എഞ്ചിനീയർമാരാണ്. ഒരാൾ ആർക്കിടെക്ട് എഞ്ചിനീയർ ഡൽഹിയിലാണ്, ഒരാൾ ഗുഡ്ഗാവിൽ മാരുതികൾ അവിടെയാണ്. രണ്ടാളും ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാനത് വിദ്യാഭ്യാസം വരെ നല്ല ഉയർന്ന് പഠിപ്പിക്കണമെന്ന് എനിക്ക് മോഹമുണ്ടായി. അവരും പഠിക്കാൻ തയ്യാറായി. കുറേ ആൾക്കാർ ചോദിക്കാണ്ട് ഒരു കലാമണ്ഡലത്തിൽ പഠിക്കുന്നില്ല. ഇല്ല, കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടൊരു കാര്യമില്ല. കലാമണ്ഡലത്തിൽ നമ്മൾ എവിടെ പഠിച്ചിട്ടും കാര്യമില്ല. ഈ ജാതീയമായ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാവുന്ന കാലഘട്ടമാണ്. ഈ അമ്പലവാസികളായാൽ മാരാർ പൊതുവാൾ, അതിൽ താഴെ നിൽക്കുന്ന കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർ ക്ഷേത്രത്തിൻ്റെ മതിലകത്ത് ശംഖ്, ഇടയ്ക്ക, സോപാനത്തിൽ കൂട്ടുന്നതും അതിൽ കൂട്ടുന്ന ഒരു വിഭാഗക്കാരാണ് ആ സെക്ഷൻ അത് വിടുന്നത്. അതിന് താഴെ വരുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് അതിപ്രശസ്തരായ കലാകാരന്മാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ക്ഷേത്ര മതിലകത്ത് ചെണ്ട, തിമില, ഇടയ്ക്ക ആ വാദ്യോപകരണത്തിൽ കൊട്ടാനുള്ള ഒരു അവസരമില്ല. ഇത് എവിടെ എഴുതി വെച്ചിട്ട് പോലുമില്ല. എവിടെയെങ്കിലും ഇന്ന ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അവർക്ക് ഇപ്പോഴും അത് തിരസ്കരിക്കപ്പെടുകയാണ്. അവിടുന്ന് മുതൽ ആൾക്കാർക്ക് ഇപ്പോഴും കാലമായി ദേവസ്വം ബോർഡുകളും പല ദേവസ്വം ബോർഡും മന്ത്രിമാരും മാറി ഭരിക്കുന്നു. ദേവസ്വം ബോർഡാണ് ഭരിക്കണമെങ്കിൽ പോലും ഇപ്പോഴും അവർക്ക് അവരുടെ കല അവിടെ സേവ ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ ഒരു അർച്ചന ചെയ്യാനുള്ള അവസരം ഇപ്പോഴും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ ഇതിന് കാരണം, എന്താ ഇതിന് മാനദണ്ഡം എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി കലാകാരന്മാരുണ്ടാവും, കേൾക്കുന്ന കുറേ കലാകാരന്മാർ. അവർക്ക് ഇത്തരം വലിയ അതിപ്രശസ്തരായ കലാകാരന്മാർക്ക് ഇത്തരം വേദികൾ പങ്കെടുക്കാനുള്ള പങ്കിടാനുള്ള അവസരവും കിട്ടുന്നില്ലാണ് ഏറ്റവും വലിയ പ്രത്യേകത. നെന്മാറയിൽ നിന്ന് ഞാൻ കരഞ്ഞു പോന്നിട്ടുള്ളൊരു അവസ്ഥ എനിക്ക് എൻ്റെ തിമില പോകുന്നത് ഞാൻ തിരിച്ചു പോന്നിട്ടൊരവസ്ഥ. പിന്നെ ഒരുപാട് വേദികളിൽ നിന്നും ഞാൻ തിമില അവിടെ വെച്ച് പോന്നിട്ടുണ്ട്.
ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞു ഞാൻ തിമല കൊട്ടാൻ പോകണില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള എനിക്കുണ്ടായിട്ടുണ്ട്. എന്താ കാരണം ഞാൻ തിമലോട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് അവിടെ അവഗണന വരുന്നത് തിമലയായിട്ട് ചെന്നിട്ട് പോലും മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് നമ്മൾ അവഗണിക്കുകയുണ്ടായത്. തിമല പല സ്ഥലത്തും വെച്ചിട്ട് ഞാൻ അവരോട് അറിയാതെ ലഹളയിൽ നിന്നും ഒളിച്ചോടേണ്ട അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ കൊട്ടു നിർത്തുകയാണെങ്കിൽ ഈ ചന്ദ്രൻ എന്നുള്ളൊരു വാദ്യകലാകാരൻ ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു കലാകാരൻ ഉണ്ടാവില്ല. ഞാനൊരു ആത്മഹത്യ ചെയ്യാൻ വേണ്ട അത്ര കഷ്ടത്തിലായിരുന്നു ഞാൻ നെന്മാർന്നൊക്കെ വിചാരിച്ചു ഇനി തിമല കച്ചേമലാണ് പിടുത്തം വിടാം, ഇനി വേണ്ട. അങ്ങനെ തോന്നിയിട്ടുള്ളൊരു അവസരം പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ വാതലോകത്തിൻ്റെ അവഗണനയാണത്. തൃശ്ശൂർ പൂരത്തിന് ചെറുപൂരങ്ങളുണ്ട്. ചെറുപൂരത്തെങ്കിൽ നമ്മുടെ കണിമംഗൽ ശാസ്താവിൻ്റെ പഞ്ചവാദ്യത്തിന് ആ ഒരു 60ഓളം വാദ്യകലാകാരന്മാരുടെ നടുക്കിൽ നിന്നുള്ള പ്രമാണിക്കുമ്പോൾ അതിനുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കില്ല. ഒരു പ്രൗഢിയാണ് നടുക്കിൽ നിൽക്കുന്നത്. അതിലും വലിയൊരു ഉപകാരം 301 പേരുടെ പഞ്ചവാദ്യം ലിംക ബുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ 80 തിമലയും 50 മദ്ദളവും 50 എലത്താളവും 50 കൊമ്പടക്കുന്ന വലിയ ടീമിനെ നയിച്ചു എന്നുള്ളത് അത് വളരെ ഒരു ജീവിതത്തിലൊരു വേറെ തലമാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ കേരള കലാമണ്ഡലം അവാർഡ്, അതുപോലെ അവിടെ വിസിറ്റിംഗ് പ്രൊഫസറായതും അതിലുപരി ഇപ്പോൾ സംഗീതനാട അക്കാദമി അവാർഡ് എൻ്റെ സ്വപ്നമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വപ്നം കണ്ടൊരു അവാർഡാണ് സംഗീതനാട അക്കാദമി അവാർഡ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഗീതനാട അക്കാദമി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കും എന്നുള്ളത്. അത് വളരെയധികം ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ കാലഘട്ടങ്ങളാണ് എൻ്റെ വാതിലോകത്ത് നിൽക്കുന്നത്. ഞാൻ എൻ്റെ വിശപ്പും കൈവേദനയും കാലുവേദനയും എല്ലാം ഒഴിവാക്കി എല്ലാം കൂടി ഞാൻ മറന്നു ചെയ്യുന്ന ഒരേ ഒരു തൊഴിൽ എനിക്ക് കൊട്ടാണ്. എനിക്ക് കൊട്ട് പ്രാന്താണ്. കൊട്ട് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്നലെ 8-10 മണിക്കൂർ തുടർച്ചയായിട്ട് കൊട്ടിയിട്ടുള്ള ആളാണ്. ഇതുവരെയായിട്ടും ഉറങ്ങിയിട്ടില്ല. നേരെ കലാമണ്ഡലത്തിൽ ക്ലാസ്സിന് പോയി നീ കൊട്ട് പറഞ്ഞ തായ്മ കൊട്ടാൻ മേളം കൊട്ടാൻ പഞ്ചായത്ത് കൊട്ടാൻ എല്ലാം റെഡിയാണ്. ഞാൻ ഇപ്പം വേണം പറഞ്ഞാൽ റെഡിയാണ്. കുറേ സമയങ്ങളിൽ ഈ കൊട്ട് വേണ്ടെന്നൊക്കെ കാരണം അമ്പലങ്ങളിലും വേദികളിൽ നിന്നും എന്നെ ഇറക്കി വിടുകയും ഞാൻ തിരിച്ചു പോയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള കുറേ കാലഘട്ടം. അപ്പോൾ ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്നിട്ടൊരു കാലം ഉണ്ടായിരുന്നു. വേറൊരു തളർച്ച എനിക്കുണ്ടായത് ലിംക ബുക്ക് റെക്കോർഡ് പഞ്ചവാദ്യ സമയത്ത് 301 പേരുടെ പഞ്ചവാദ്യമാണ്. മട്ടന്നൂർ ശങ്കരമുട്ടിമാരാശാമട്ടിന് കാല് നാട്ടുന്നത്. അപ്പോൾ എൻ്റെ ലെങ്ത്ത് ഒരു 90 മിനിറ്റ് ലെങ്ത്താണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ മാനസികമായി തകർന്നു. പക്ഷേ എങ്കിലും വാശിയായിരുന്നു. അത് ജീവിതത്തിലൊരു വാശിയും കൂടി ഉണ്ടായിരുന്നു, കൊട്ടിലൊരു വാശി. ആ വാശിയാണ് എനിക്ക് പഞ്ചവാദ്യം പ്രമാണിക്കണം എന്ന് വെച്ച് 40 ദിവസത്തെ സ്ഥിരമായ കഠിനമായ അധ്വാനം റിഹേഴ്സൽ കൊണ്ടാണ് ആ വലിയ പഞ്ചവാദ്യം 3.25 മണിക്കൂർ നേരം എനിക്ക് പ്രമാണിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായത്. അമ്പലവാസി അല്ലാത്തൊരു കലാകാരൻ്റെ കാര്യം ഇപ്പോഴും മഹാകഷ്ടമാണ്. ഒരു രക്ഷയില്ല. അതിൽ ഡോക്ടറേറ്റ് അല്ല, ഡബിൾ ഡോക്ടറേറ്റ് ഉണ്ടായിട്ടും അവർക്കൊന്നും അവസരം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അവസരവും വേദിയും കിട്ടില്ല, സംശയമില്ല. ഒരു പരിധിവരെ ഉയർന്ന തലത്തിലുള്ള കലാകാരന്മാർ താഴ്ന്ന തലത്തിലെ കലാകാരന്മാർ കാണിക്കുന്ന ജാതീയമായ അവഗണന ഏറ്റവും കുത്തകയിൽ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ക്ഷേത്രകലകളെല്ലാം. ഒരുപാട് എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞ 60ഓളം വേദികളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് രൂക്ഷമാവുകയാണ്, കുറയുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യക്ഷ കാണില്ല. ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മളെ ചതിക്കുകയും പറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടമാണ്. അതിന് മാറ്റം വരണം. എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടെന്ന് എനിക്കറിയാം. പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ പരുഷവാദ്യം ക്ഷേത്രത്തിൻ്റെ മതിലകത്ത് ബലിക്കല്ല് തൂവുന്ന ആ സമയത്ത് മാരാർ കൊട്ടുന്ന അല്ലെങ്കിൽ അവർ തിമില, ചെണ്ട, ഇടയ്ക്ക, ഇത്തരം വാദ്യ ഉപകരണങ്ങൾ ഇത്ര അവരുടെയാണ് സാധനമാണ്. പൊതുവാൾ അവരുടെയാണത്. അത് മറ്റു ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വിഷമമാണ്. ഇത് ശിങ്കാരമേളത്തിൽ വേറെ നോക്കിക്കോളൂ, വേറെ ആരുമില്ല. അതായത് അമ്പലവാസികളായവരും അതിൽ കാണില്ല. അമ്പലവാസികളായ ഒരു ശിങ്കാരമേളത്തിൽ നാടൻപാട്ടിനെ കാണില്ല. ക്ഷേത്രത്തിൻ്റെ പുറത്തൊരു 60-65 കൊല്ലമായിട്ടുണ്ടോ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് വരികയും സ്വീകരണത്തിന് വരികയും മതിൽ ചുവട്ടിൽ ആലിൻ്റെ ചുവട്ടിലേക്ക് വരാതെ കാരണം ഒരു 60-65 വർഷമായിട്ടുള്ളൂ. അതുവരെയൊക്കെ ക്ഷേത്രം മതിലകത്ത് മാത്രം അമ്പലവാസികളായി മാത്രമാണ് ഈ പഞ്ചവാദ്യം, മേളം, തായമ്പകം നിലനിന്നിരുന്നത്. ക്ഷേത്ര മതിലകത്ത് നടക്കുന്ന വാദ്യങ്ങൾ ഇപ്പോഴും ഒരുപാട് തന്ത്രിമാർ പറയും നമുക്ക് അവർ ശരിയാവില്ല, ഇവർ തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇതൊരിക്കലും മാറ്റം വരുന്ന എങ്കിലും ഇതുവരെ വലിയ മാറ്റം ഉണ്ടാവില്ല. തൃശ്ശൂർ പൂരത്തിന് ചെറുപൂരത്തിന് കൊട്ടാൻ ഭാഗ്യമുണ്ടായി. ഗുരുവായൂർ പോലീസ് വിളക്കിന് 3 വർഷം എൻ്റെ പഞ്ചവാദ്യമാണ്. അത് പുറത്താണ് അവർ ഏൽപ്പിക്കും പറഞ്ഞിട്ടാണത്.
ഗോപുരനടയിൽ പഞ്ചവാദ്യം എന്ന് പറഞ്ഞു, പുറത്താണ് നടപ്പുര പഞ്ചവാദ്യം പറഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ 3 വർഷം ഗുരുവായൂരപ്പൻ്റെ പോലീസ് വിളക്കിന് അതിഗംഭീരമായിട്ട് വലിയ പഞ്ചവാദ്യം പ്രമാണിക്കാനുള്ള ഒരു മഹാഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. അബ്ദുൽ കലാമിൻ്റെ കുറേ വാക്കുകൾ കുറേ പുസ്തകത്തിൽ ഞാൻ കാണാറുണ്ട്, അത് വായിക്കുന്നുണ്ട്. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, നമ്മൾ സ്വപ്നം കാണുമ്പോൾ വലുത് കാണുന്ന പറയും. വലുത് കണ്ടാൽ നമുക്ക് ചെറുതെങ്കിലും ആഗ്രഹം സാധിക്കും. മാത്രമല്ല പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിക്കാതെ വെറുതെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ വേദികളിൽ നിന്നിപ്പോൾ 1000 രൂപ കിട്ടുന്ന പരിപാടി ഉണ്ടാവും, 10,000 കിട്ടുന്നുണ്ടാവും, ഒന്നുമില്ലാത്ത പരിപാടി. നമ്മളെ വേദികളിൽ ഇങ്ങനെ വേദി പങ്കിട്ട് കൊണ്ടുവരണം. അവിടെ നമ്മൾ സത്യം അസലായിട്ട് നമ്മൾ അതിഗംഭീരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കല ചെയ്താൽ മാത്രമേ നമുക്കല്ല നമ്മളെ അംഗീകാരം തേടിയെത്തുകയുള്ളൂ. ഒരു കലാകാരന് വേണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഒന്ന് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരിക്കലും കല ഉപയോഗിക്കരുത്. മറ്റൊന്ന്, ഇപ്പോൾ ഒരാൾ വിളിച്ചാൽ പോകാൻ തയ്യാറാവണം. ഒരാൾ കുടുങ്ങിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പരിപാടിക്ക് കൊടുത്ത് നമ്മൾ അപ്പോൾ തയ്യാറാണ്. നമ്മളല്ലാണ്ട് നേരത്തെ ഏൽപ്പിക്കാൻ അത് ചെയ്യാൻ പാടില്ല. അതൊരു കലാകാരന് ഏറ്റവും അനുയോജ്യമായ ഒരു സംസ്കാരമല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു ആൾ കുടുങ്ങി വെച്ചാൽ ഒരു പ്രമാണിക്കാൻ ഒരാൾ വരും എന്ന് പറഞ്ഞാൽ പോകാൻ തയ്യാറായി ആണെങ്കിൽ അതാണ് യഥാർത്ഥ കലാകാരൻ.